യേശുവിൽ പ്രിയപ്പെട്ടവരെ, നിയമങ്ങളും നിർബന്ധങ്ങളും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ സാധിക്കുക എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ. അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിന് പകരം ഉള്ളിലെ പ്രചോദനവും അനുസരിച്ച് നല്ല മനോഭാവത്തോടെ ജീവിക്കാൻ സാധിക്കുക എത്രയോ മനോഹരമാണ്. ആ ഒരു ചിന്തയാണ് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. 2 കൽപ്പനകൾ എന്ന രീതിയിൽ ഈശോ പറയുന്നത് 2 പ്രചോദനങ്ങളാണ്, ഉള്ളിൽ നിന്ന് വരേണ്ട 2 പ്രചോദനങ്ങൾ. ഒന്ന്, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടെയും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തത്, നമ്മൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ നിയമങ്ങളും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് ഈശോ പറയുന്നു. അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് വിശുദ്ധ പൗലോസ്ലിഹ പറയുക. ഉത്തമമായി അങ്ങനെ ജീവിക്കുന്നവൻ ഉത്തമമായി പ്രവർത്തിക്കുന്നുവെന്ന് യാക്കോബ് സ്ലിഹ പറയുന്നുണ്ട്. അപ്പോൾ നിയമങ്ങൾ അനുഷ്ഠിക്കാതെ ഉള്ളിലെ പ്രചോദനം അനുസരിച്ച് എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ സർവ്വ നിയമങ്ങളും അനുസരിക്കുന്നവരായി നമ്മൾ മാറുകയാണ്. അങ്ങനെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നിസ്വാർത്ഥ സ്നേഹം തന്ന ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.